ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് സർ ഞാൻ. എക്സാമിനറിൻ്റെ വൺ ഷോട്ട് സീരീസും ബൾബ് കത്തി സീരീസും അതുപോലെ തന്നെ PYQ സീരീസും മെൻഡിയിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കാൻ ഫസ്റ്റ് വീക്കൊക്കെ ഞാൻ ഭയങ്കര എനർജി ആയിരുന്നു, ഫുൾ ഫയർ ഉണ്ടായിരുന്നു ആ ഉള്ളിൽ. പക്ഷെ പിന്നീട് മെല്ലെ മെല്ലെ ആ ഫയറൊക്കെ പോയി തുടങ്ങി സാർ. ഇപ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ ഒരു എനർജി ഒന്നും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട മക്കളെ. ദിസ് ഇസ് വെരി 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 നാച്ചുറൽ. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? കാരണം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കുറച്ച് മോശമായി പോകും. നിങ്ങളുടെ ഗോൾസിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങളുടെ ഗോൾ ഒരു ഫുൾ A+ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സൊക്കെ സൂപ്പറായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങിച്ചെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ. അപ്പോൾ സാർ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ടത്? ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. നമ്മുടെ എക്സാമിനറിൻ്റെ 2 വർഷം മുൻപുള്ള +1 ബാച്ചിൽ നിന്ന് ഒരു ഫുൾ മാർക്ക് കിട്ടിയ കുട്ടി ഉണ്ടായിരുന്നു. അത് 520 വാങ്ങിച്ചൊരു നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ സംസാരിക്കുന്നു. മാർക്കൊക്കെ കിട്ടി, എല്ലാവർക്കും പേരൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി, അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അയാളുടെ ഡ്രീം ആയിരുന്നു അത്, ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഡ്രീം അച്ചീവ് ചെയ്തു. അപ്പോൾ ഞാൻ സംസാരിക്കുമായിരുന്നു വളരെ കാഷ്വലായിട്ട്, എന്തൊക്കെയാണ് ചെയ്തത്, സ്റ്റഡി സ്ട്രാറ്റജി എന്തായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഓക്കെ, കേട്ടിടത്തോളം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. അപ്പം ഇത് ചെയ്തതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു? അതായത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എല്ലാ ടോപ്പേഴ്സും സംസാരിക്കുക എന്താണ്, ഞാൻ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു തീരുമാനിച്ചു, എനിക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്ന് തീരുമാനിച്ചു, അതൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. ഇതാണ് സാധാരണ സ്റ്റാൻഡേർഡ് സ്റ്റോറി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനത്തെ ഒരു സാധാരണ സ്റ്റാൻഡേർഡ് സ്റ്റോറി ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടീനോട് പറയണ്ടായി, സാർ ഒരിക്കലുമല്ല, സാധാരണ ഒരു രീതിയിലല്ല ഞാൻ പഠിക്കേണ്ട വന്നത്, അല്ലെ എനിക്ക് അങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ തീരുമാനിക്കും. എക്സാമിനറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴും ഓരോ ടീച്ചേഴ്സ് മോട്ടിവേഷനായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ തീരുമാനിക്കും, ഇന്ന് മുതൽ, നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ 1 മണിക്കൂറൊക്കെ വീതം പഠിച്ചു തുടങ്ങും എന്ന് തീരുമാനിക്കും. പക്ഷേ നാച്ചുറലി എന്താ സംഭവിക്കുക, ഒരു 2 ദിവസമൊക്കെ സാർ, 2-3 ദിവസം, മാക്സിമം ഒരാഴ്ചയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും, പിന്നെ ഞാൻ വീണ്ടും പഴയ പോലെ തന്നെയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലോ, ഈ സ്റ്റുഡൻറ്റിന് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ പലർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും അല്ലേ. അതായത് ഇങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടാക്കും, പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട്, പക്ഷേ അത് ഒരു മാക്സിമം ഒരു 4-5 ദിവസം ഫോളോ ചെയ്യാൻ വേണ്ടി പിന്നെ ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഇതെല്ലാവരുടെയും ഒരു കോമൺ പ്രശ്നമാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പക്ഷെ അതിനുശേഷം ഇയാൾ പറഞ്ഞായിരുന്നു അതിനുള്ള എന്നെ അമ്പരിപ്പിച്ചൊരു കാര്യം. അതായത്, അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയാണ് ഫുൾ മാർക്കിലേക്ക് അവസാനം എത്തിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ഒരു പ്രശ്നം അയാൾക്കുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കി, അത് കുറച്ച് നാൾ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്നും കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ആ മോട്ടിവേഷൻ നഷ്ടപ്പെട്ട് പോകുന്ന അയാൾ മനസ്സിലാക്കി. എന്നിട്ട് അയാൾ ബുദ്ധിപരമായി എന്ത് ചെയ്തു എന്നറിയോ? അയാൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ഞാൻ ഈ വർഷം മൊത്തം ഇങ്ങനെ തന്നെ പഠിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യും എന്നൊന്നും വിചാരിച്ചില്ല. അയാൾക്ക് അറിയായിരുന്നു അയാൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ഇതൊക്കെ പ്ലാനൊക്കെ വിട്ടുപോകുന്നു. പക്ഷേ വീണ്ടും തുടങ്ങാലോ, വീണ്ടും ഒരു ദിവസം വീണ്ടും തീരുമാനിക്കാമല്ലോ, ഞാൻ ഇന്ന് മുതൽ വീണ്ടും 1 മണിക്കൂർ എല്ലാ ദിവസവും പഠിച്ചു തുടങ്ങും എന്തും വീണ്ടും തീരുമാനിച്ചു. അതായത് എന്നാണോ ആ മോട്ടിവേഷനൊക്കെ പോയി അടുത്ത ദിവസം മുതൽ ഇനി മുതൽ ഞാനിങ്ങനെ ചെയ്യുന്നു വിചാരിച്ചു. അപ്പോൾ വീണ്ടും അത് കുറച്ച് ദിവസം നടക്കും, ഒരാഴ്ചയോ അല്ലെ 1.5 ആഴ്ചയോ നടക്കും, എന്നിട്ട് വീണ്ടും നിൽക്കും, വീണ്ടും തുടങ്ങും. പലപ്പോഴും നമ്മൾ ഒരു വിട്ടുവന്നൊരു കാര്യം, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര പ്ലാനൊക്കെ ആയിരിക്കും, അത് വളരെ കുറച്ച് പേർക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് കുറേ നാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ. കാരണം അത് ബുദ്ധിമുട്ടാണ്, എളുപ്പ പരിപാടി അല്ല അല്ലേ. വളരെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് ഒരു പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. മിക്ക ആൾക്കാർക്ക് എന്താ പറ്റുക, നമുക്കൊക്കെ എന്താ പറ്റുക, അത് നമ്മളങ്ങോട്ട് അത് മോട്ടിവേഷനൊക്കെ പോയി പരിപാടി നിൽക്കും. പക്ഷെ പരിപാടി നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് മാറ്റർ ചെയ്യുക. പരിപാടി നിൽക്കുമ്പോൾ മിക്ക ആൾക്കാർ എന്താ ചെയ്യുക, ആ മോട്ടിവേഷനൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റില്ല, ഫുൾ A+ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പരിപാടി നിർത്തും. പിന്നെ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യില്ല. കാരണം നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് തന്നെ വിധി എഴുതും. അതായത് നിങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല, 1 മണിക്കൂർ ഡെയിലി പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഒരാഴ്ച ഞാൻ ഭയങ്കര അലക്സാറിൻ്റെ മോട്ടിവേഷൻ കിട്ടി ചെയ്താൽ നോക്കി, എന്നിട്ട് പറ്റിയില്ല, പിന്നെ എങ്ങനെ എനിക്ക് പറ്റിയനി, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് നിങ്ങൾ അവിടെ തന്നെ വിധി എഴുതും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഈ കുട്ടി ചെയ്ത പോലെ, ഈ കുട്ടി എന്താ ചെയ്തത്, ഈ കുട്ടിക്ക് സെയിം സിറ്റുവേഷൻ ആയിരുന്നു, പറ്റില്ലായിരുന്നു പ്ലാൻ ഫോളോ ചെയ്യാൻ. പക്ഷെ നേരെ ആ കുട്ടി എന്താ ചെയ്തത്, അവിടെ നിർത്തിയില്ല, വീണ്ടും തീരുമാനിച്ചു, ഞാൻ വീണ്ടും പഠിക്കുന്നു.
എന്നിട്ട് വീണ്ടും ഫെയിൽ ചെയ്തു, പക്ഷെ വീണ്ടും തീരുമാനിച്ചു. പക്ഷേ ഈ വീണ്ടും തീരുമാനിച്ച് വീണ്ടും ഓരോ പ്രാവശ്യവും ഫെയിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ആ കുട്ടി പഠിക്കുന്നുണ്ട്, ആ കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് ആ വർക്കൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോവോ? അതൊക്കെ അക്യൂമുലേറ്റ് ചെയ്യില്ലേ? അതിൻ്റെ എഫക്റ്റ് അവസാന പരീക്ഷയിൽ വന്നില്ലേ? അതുകൊണ്ടല്ലേ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചത്. അപ്പോൾ ആ കുട്ടീനോട് പറയണ്ടായി, അതെ സാർ, ഞാൻ കഷ്ടപ്പെടാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരിക്കലും പഠിച്ചിട്ടില്ല. കാരണം ആ ലെസൺ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചൊരു കാര്യം, ഞാൻ മാസ്റ്റർ ചെയ്തൊരു കാര്യം, ഓരോ പ്രാവശ്യവും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശീലം, അത് ഞാൻ മാസ്റ്റർ ചെയ്തു. ഓരോ പ്രാവശ്യവും ഞാൻ ഫെയിൽ ചെയ്യാൻ പോകുമ്പോൾ, ഒരു ടാസ്കിൽ ഫെയിൽ ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആ കഴിവ് ഉണ്ടാക്കിയെടുത്തു ഞാൻ. അപ്പോൾ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയിട്ട് ചിലപ്പോൾ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. വീണ്ടും 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 റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്തും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളിൽ പലരും ഓണപ്പരീക്ഷയ്ക്ക് ശേഷം ഭയങ്കര പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ ഫെയിലിയർ ആയി പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അത് ഫെയിലിയർ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ നിർത്തരുത്. കാരണം നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ലൈഫിൽ മാത്രമല്ല, ലൈഫിൽ തന്നെ, നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ തന്നെ നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ, വീണ്ടും തുടങ്ങാനുള്ള ആ ഒരു ശീലമാണ് നിങ്ങൾ മാസ്റ്റർ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും സൂപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും തീരുമാനിക്കുക. അത് ഫെയിലിയർ ആകുമ്പോൾ വീണ്ടും അടുത്തൊരു റീസ്റ്റാർട്ടിന് നിങ്ങൾ വീണ്ടും തയ്യാറാകുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ പറ്റും. ഇതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ലോജിക്കലിയും കറക്റ്റാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാക്സിമം കാര്യങ്ങൾ, നിങ്ങളുടെ പഠനം എത്രത്തോളം ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എക്സാം വിന്നർ ഈ ചാനലിലൂടെ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതിൻ്റെ ടൈം ടേബിളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെറുതെ തീരുമാനിച്ച് മാത്രം നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങൾ ഈ ചാനലിലേക്ക് ഇങ്ങോട്ട് വരിക, ആ തീരുമാനം എടുത്തതിന് ചാനലിലേക്ക് വരിക. എല്ലാ ദിവസവും 7:30 വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ് എക്സാം വിന്നറിന് ഈ ചാനലുണ്ടാവും. അപ്പോൾ ഈ വീക്കിലെ ടൈം ടേബിളാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഓരോ ക്ലാസ്സിലും 7:30 കൃത്യം 7:30 മണിക്കായിരിക്കും വൈകുന്നേരം ഉണ്ടാകുമെന്ന് കറക്റ്റായിട്ട് വന്നിരിക്കുക. ഈ ആഴ്ച കൂടുതൽ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒറ്റയടി സീരീസ് 1 ഷോട്ട് ക്ലാസ്, അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും ഫുൾ ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ ട്രിഗ്നോമെട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്, കാരണം അതിൽ ഓൾറെഡി 1 ഷോട്ട് നമ്മൾ കഴിഞ്ഞു, ഒറ്റയടി കഴിഞ്ഞു. അതിനുശേഷം കെമിസ്ട്രിയുടെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ഫുൾ ക്ലാസ്, ഒറ്റയടി സീരീസിൻ്റെ ഭാഗമായിട്ട് ഫുൾ ക്ലാസ്. ഫിസിക്സിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾറെഡി എടുത്തായിരുന്നു, പക്ഷെ പലരും മിസ്സായി പോയി ആ മൂന്നാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് അത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി മിസ്സായവർക്ക്. പിന്നെ അന്ന് പഠിച്ച് മറന്നുപോയൊരു കുറേ ഉണ്ടാവും. നമ്മൾ ഓണപരീക്ഷയ്ക്ക് മുൻപായിരുന്നു ഈ ചാപ്റ്റർ നമ്മൾ 1 ഷോട്ട് പോയത്, ഒറ്റയടി പോയത്. അപ്പോൾ അന്ന് മറന്നുപോയവർക്ക് വീണ്ടും ഇത് ഒന്നും കൂടി കാണണം. ഓക്കെ. അതിനുശേഷം ബയോളജിയുടെ കീപ്പിംഗ് ഡിസീസസ് അവേ ഒറ്റയടി സീരീസും, അവസാനം നമ്മുടെ സൺഡേ മെൻറ്റി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ പഠിക്കാൻ മറന്നുപോയവരൊക്കെ വീണ്ടും തുടങ്ങാൻ അതിനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ക്ലാസ്സിൽ വന്നിരുന്ന് ഫുൾ എനർജിയോടെ ഫുൾ പവറോടെ വരിക. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, സാർ ഇതെന്താണ് ക്രിസ്മസ് എക്സാം സ്ട്രാറ്റജി? അതൊരു വീഡിയോ ആയിരിക്കും. അതായത് ക്രിസ്മസ് എക്സാമിനെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നിങ്ങളൊരു ഫുൾ A+ വാങ്ങിച്ച് എടുക്കണമെങ്കിൽ, ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നായിരിക്കും ഈ ഒരു വീഡിയോയിൽ നാളെ വരാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളെല്ലാവരും നല്ല വലിയ നിലയിൽ തന്നെ എത്തിയിരിക്കും, അതിലൊരു സംശയമില്ല. ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.